ജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഫെബ്രുവരി മാസം ഓർമ്മകളിൽ ആദ്യം ഓടിയെത്തുന്നത് ഫെബ്രുവരി 19 അന്നാണ് ഭാരതാംബയുടെ സുപുത്രനായ വീര ശിവാജിയുടെ ജന്മദിനം. ഫെബ്രുവരി മാസം തന്നെ ഭാരതാംബയുടെ മറ്റ് 2 സുപുത്രരായ മന്നാത്ത് പത്മനാഭൻ ദിവംഗതനായതും ഫെബ്രുവരി 25 ഫെബ്രുവരി 26 മറ്റൊരു സുപുത്രനായ വീർ സവർക്കർ ദിവംഗതനായത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് മഹാശിവരാത്രി നമ്മൾ കൊണ്ടാടുന്നത്. അത് ഫെബ്രുവരി 26 കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയിലാണ് ശിവരാത്രി നമ്മൾ കൊണ്ടാടുന്നത്. ശിവരാത്രിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ശിവരാത്രി ആഘോഷങ്ങൾക്ക് കാരണക്കാരനായത് മഹർഷി ദുർവാസാവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പലർക്കും ആശ്ചര്യം തോന്നിയേക്കാം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും ആയിരുന്നു ദുർവാസാവ് മഹർഷി. ഒരിക്കൽ അദ്ദേഹം ദേവേന്ദ്രനെ കാണുന്നതിനായി പുറപ്പെട്ടു. മാർഗമധ്യേ അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരെ കണ്ടു. അവർ അത്യപൂർവമായ സൗരഭ്യവുമുള്ള മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് മനോഹരവും പരിമളവും ആകർഷണീയവുമായ ഒരു പൂമാല ഉണ്ടാക്കുകയായിരുന്നു. അവർ സന്തോഷത്തോടെ അദ്ദേഹത്തിന് അത് അണിയിച്ചു. പ്രസന്നനായ ദുർവാസാവ് അവിടെ നിന്ന് യാത്ര തുടങ്ങി ഇന്ദ്രൻ്റെ കൊട്ടാരത്തിലെത്തി. ദേവേന്ദ്രൻ അദ്ദേഹത്തെ അത്യാദരപൂർവം ഉപചാരങ്ങളോടെ സ്വീകരിച്ച് ആനയിച്ചു. വളരെ സന്തോഷം തോന്നിയ മഹർഷി, ക്ഷിപ്രപ്രസാദിയായ മഹർഷി, അദ്ദേഹം ധരിച്ചിരുന്ന ആ മനോഹരമായ പുഷ്പഹാരമെടുത്ത് ഇന്ദ്രന് ചാർത്തിക്കൊടുത്തു. മഹർഷി പൂജാപാഠങ്ങൾക്കായി പോയ സമയം ഇന്ദ്രൻ ആ പുഷ്പഹാരം എടുത്ത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ വാഹനമായ ഐരാവതത്തിന് അണിയിച്ചു കൊടുത്തു. ആ മാലയുടെ പൂക്കളുടെ സൗരഭ്യം അവിടങ്ങളിലുള്ള തേനീച്ചയെയും വണ്ടുകളെയും മറ്റും ആകർഷിച്ചു. അവ ഐരാവതത്തിൻ്റെ ചുറ്റും പറന്ന് ചെവിയിലും മറ്റും കയറി ശല്യപ്പെടുത്തുവാൻ തുടങ്ങി. ശല്യം തുടർന്നപ്പോൾ ഐരാവതം മാല വലിച്ചു പൊട്ടിച്ച് നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാൻ തുടങ്ങി. പൂജാപാഠങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന ദുർവാസാവ് മഹർഷി കണ്ടത് താൻ നൽകിയ അത്യപൂർവമായ ആ ഹാരം ഐരാവതം നിലത്തിട്ട് ചവിട്ടുന്നതാണ്. ഇത് കണ്ട കോപാകുലനായ ദുർവാസാവ് മഹർഷി അപ്പോൾ തന്നെ ദേവേന്ദ്രനെയും ദേവലോകത്തുള്ള സകലവരെയും ശപിച്ചു. അഹങ്കാരിയായ ദേവേന്ദ്രനും ദേവകുലത്തിലുള്ളവരും ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യം ഉള്ളവരായി മാറട്ടെ എന്നതായിരുന്നു ശാപം. നിത്യയൗവനധാരികളായ ദേവന്മാർ പൊടുന്നനെ തന്നെ വൃദ്ധന്മാരായി മാറി. ദേവന്മാർ ആകെ അങ്കലാപ്പിലായി. ദേവന്മാർ മഹർഷിയുടെ കോപമടങ്ങിയ സമയം മഹർഷിയെ കണ്ട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ശാപമോക്ഷത്തിനുള്ള പരിഹാരം നിർദ്ദേശിക്കുവാനായി അവർ യാചിച്ചു. കോപം മാറിയ മഹർഷി പരിഹാരമായി പറഞ്ഞത്, നിങ്ങൾ പാലാഴി കടയുക. കടഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് അമൃത് കിട്ടും. ആ കിട്ടുന്ന അമൃത് ഭക്ഷിച്ചാൽ മാത്രമേ നിങ്ങളുടെ യൗവനം തിരികെ ഉള്ളൂ എന്നതാണ് മഹർഷി പരിഹാരമായി നിർദ്ദേശിച്ചത്. പാലാഴി കടയുന്നതിന് വൃദ്ധന്മാരായ ദേവന്മാർ ബലഹീനരായതിനാൽ അവർ പാലാഴി കടയുവാനായി അസുരന്മാരെ കൂടി കൂട്ടുപിടിച്ചു. കടകോലാക്കി മന്ദരപർവ്വതത്തെയും ഞാണാക്കി വാസുകി സർപ്പത്തെയും ഉപയോഗിച്ചു. വാസുകിയുടെ വാലറ്റം അസുരന്മാരും തലയേറ്റത്ത് ദേവന്മാരും നിന്ന് പാലാഴി മഥനം തുടങ്ങി. പാലാഴിയിൽ നിന്നും വിലപിടിപ്പുള്ള മുത്ത്, പവിഴം, ശംഖ്
എന്നിവയും കാമധേനുവിനെ പോലെ ശ്രേഷ്ഠമായ വസ്തുക്കളുമെല്ലാം പൊന്തി വന്നു. അവയെല്ലാം മത്സരിച്ച് ദേവന്മാരും അസുരന്മാരും കൈക്കലാക്കിയിരുന്നു. എന്നാൽ അവയോടൊപ്പം തന്നെ പൊങ്ങി വന്ന മോശമായ സാധനങ്ങൾ എടുക്കുന്നതിന് ആരും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയിരിക്കെ പാലാഴിമതനം നീണ്ടുപോയി. വാസുകി സർപ്പം ആകെ തളർന്നു. വാസുകി ഉടനെ തന്നെ ഹലാഹലം അല്ലെങ്കിൽ കാളകൂടം എന്ന വിഷം പുറത്തേക്ക് ഛർദ്ദിക്കുവാൻ തുടങ്ങി. ഇത് പതിച്ചു കഴിഞ്ഞാൽ 14 ലോകങ്ങളും വെന്ത് വെണ്ണീരായി തീരും എന്ന് അസുരന്മാർക്കും ദേവന്മാർക്കും അറിയാമായിരുന്നു. എങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിന്നു. ഇത് കണ്ട ലോകഹിതകാരിയായ മഹാദേവൻ ഓടിച്ചെന്ന് കാളകൂടം ഒരു തുള്ളി പോലും താഴെ വീഴാതെ തൻ്റെ കൈക്കൊമ്പിളിൽ സ്വീകരിച്ച് പാനം ചെയ്യുവാൻ തയ്യാറായി. താനില്ലാതായാലും സമസ്ത ലോകവും നിലനിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ പാർവതീദേവി ഇത് കണ്ട ഉടനെ തന്നെ പരമശിവൻ്റെ അടുത്ത് ഓടിയെത്തി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. വിഷം താഴേക്കിറങ്ങാൻ വയ്യാതെയാക്കി. വിഷം പുറത്തേക്ക് തുപ്പിക്കളയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ പരമശിവൻ ഭഗവാൻ വിഷ്ണുവിനോട് തൻ്റെ വായ പൊത്തി പിടിക്കുവാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ വിഷം പുറത്തോട്ടും അകത്തോട്ടും പോകാതെ പരമശിവൻ്റെ കഴുത്തിന് ചുറ്റും ഉറഞ്ഞുപോയി. ഇതുകൊണ്ട് ആണ് അദ്ദേഹത്തിനെ നീലകണ്ഠൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. മഹാശിവൻ ബോധരഹിതനായി നിലത്ത് വീണു. അദ്ദേഹത്തിൻ്റെ അപകടനില തരണം ചെയ്യുന്നതിനായി 14 ലോകങ്ങളിലും ഉള്ളവർ ആ രാത്രിയും പകലും മുടങ്ങാതെ നോമ്പ് നോറ്റു. രാത്രിയും പകലും മഹാദേവൻ്റെ കീർത്തനങ്ങൾ പാടി 14 ലോകങ്ങളിലുള്ളവരും തപസ്സിരുന്നു. അതാണ് ശിവരാത്രിയായി പിന്നീട് നമ്മൾ ആഘോഷിക്കുന്നത്. അന്ന് രാത്രി നമ്മൾ ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ശിവസ്തുതികൾ പാടി ഉറക്കമുണർന്നിരിക്കണം എന്നതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ട പ്രധാന ആചാരം. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഞാൻ രാകേഷ് ചീമരം വിടവാങ്ങും. സ്വസ്തി പ്രജാഭ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹ്യം മനുഷ്യ ഗോബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.